ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി കോൺവെർസേഷനിൽ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് വേർബ്സാണ്. അതിൻ്റെ 3 ഫോമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. V1, V2 ആൻഡ് V3. ഇവിടെ V1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസ് ഫോമാണ്. അടുത്തത് V2 എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. നെക്സ്റ്റ് വണ്ണ് V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ പഠിച്ച പല ടോപ്പിക്സിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കടന്നാലോ. ആദ്യത്തേത് ബ്ലൂ, ബ്ലോൺ. ബ്ലോ എന്ന് വെച്ചാൽ ഊതുക അല്ലെങ്കിൽ വീശുക എന്നുള്ളതാണ് അർത്ഥം. ബ്ലൂ എന്ന് വെച്ചാൽ വീശി അല്ലെങ്കിൽ ഊതി. പിന്നെ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ബ്ലോൺ. അടുത്തത് ബൈറ്റ്, ബിറ്റ്, ബിറ്റൻ. ബൈറ്റ് എന്ന് വെച്ചാൽ കടിക്കുക, ബിറ്റ് എന്ന് വെച്ചാൽ കടിച്ചു, അത് പാസ്റ്റ് ഫോമാണ്. ബിറ്റൻ എന്ന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അടുത്തത് ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക് എന്ന് വെച്ചാൽ ഒടിയുക, പൊട്ടുക എന്നെല്ലാം അർത്ഥമുണ്ട്. അതിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രോക്ക് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പൊട്ടി, ഒടിഞ്ഞു. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ബ്രോക്കൺ. നെക്സ്റ്റ് വൺ ചൂസ്, ചോസ്, ചോസൻ. ചൂസ് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അർത്ഥം. ചോസ് എന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തു. അടുത്തത് ചോസൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. നെക്സ്റ്റ് വൺ ഡ്രോ, ഡ്രൂ, ഡ്രോൺ. ഡ്രോ എന്ന് വെച്ചാൽ വരയ്ക്കുക, ഡ്രൂ എന്ന് വെച്ചാൽ വരച്ചു, ഡ്രോൺ എന്ന് വെച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ. നെക്സ്റ്റ് വൺ ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഡ്രൈവ് എന്ന് വെച്ചാൽ ഓടിക്കുക, ഡ്രോവ് ഓടിച്ചു, ഡ്രിവൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക, ഏറ്റ് കഴിച്ചു, ഈറ്റൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ഈ ഒരു സെറ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമുക്കിനി അടുത്ത സെറ്റിലോട്ട് പോകാം. ഫോൾ, ഫെൽ, ഫോളൻ. ഫോൾ എന്ന് വെച്ചാൽ വീഴുക, ഫെൽ എന്ന് വെച്ചാൽ വീണു, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഫോളൻ. അടുത്തത് ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ എന്ന് വെച്ചാൽ പറക്കുക, ഫ്ലൂ എന്ന് വെച്ചാൽ പറന്നു, ഫ്ലോൺ എന്ന് വെച്ചാൽ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. നെക്സ്റ്റ് വൺ ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൻ. ഫോർഗെറ്റ് എന്ന് വെച്ചാൽ മറക്കുക, ഫോർഗോട്ട് എന്ന് വെച്ചാൽ മറന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഫോർഗോട്ടൻ. നെക്സ്റ്റ് വൺ ഗീവ്, ഗേവ്, ഗിവൺ. ഗീവ് എന്ന് വെച്ചാൽ കൊടുക്കുക, ഗേവ് എന്ന് വെച്ചാൽ കൊടുത്തു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗിവൺ. നെക്സ്റ്റ് വൺ ഫോർഗീവ്, ഫോർഗേവ്, ഫോർഗിവൺ. ഫോർഗീവ് എന്ന് വെച്ചാൽ ക്ഷമിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് ഫോർഗേവ് എന്ന് വെച്ചാൽ ക്ഷമിച്ചു. നെക്സ്റ്റ് വൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോർഗിവൺ. അടുത്തത് ഹൈഡ്. ഹൈഡ് എന്ന് വെച്ചാൽ അർത്ഥം ഒളിക്കുക, ഹിഡ് എന്ന് വെച്ചാൽ ഒളിച്ചു, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഹിഡൻ. നെക്സ്റ്റ് വൺ നോ, ന്യൂ, നോൺ. നോ എന്ന് വെച്ചാൽ അറിയുക, ന്യൂ എന്ന് വെച്ചാൽ അറിഞ്ഞു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നോൺ. അടുത്തത് ലൈ. ലൈ ഇവിടെ സ്പെല്ലിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. LIE ലൈ എന്ന് വെച്ചാൽ കിടക്കുക, അതിൻ്റെ പാസ്റ്റ് ഫോം ലേ, LAY എന്ന് വെച്ചാൽ അർത്ഥം കിടന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഏതാണ്? ലെയിൻ, LAIN. അപ്പോൾ ലൈ, ലേ, ലെയിൻ
അത് ഓർത്തിരിക്കുക. അടുത്തത് ലേ. ലേ എന്ന് വെച്ചാൽ വയ്ക്കുക അല്ലെങ്കിൽ മുട്ടയിടുക എന്നും ഒരർത്ഥമുണ്ട്. LAY ലേ. അതിൻ്റെ പാസ്റ്റ് ഫോം ലേയ്ഡ് എന്ന് വെച്ചാൽ വെച്ചു അല്ലെങ്കിൽ മുട്ടയിട്ടു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലേയ്ഡ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ. അടുത്ത സെറ്റിലോട്ട് പോകാം. ലൈ എന്ന് വെച്ചാൽ നുണ പറയുക എന്നുള്ളതാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റ് ഫോം ലൈഡ് എന്നുള്ളതാണ്. LIED എന്ന് വെച്ചാൽ നുണ പറഞ്ഞു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലൈഡ് തന്നെയാണ്. അടുത്തത് ടേക്ക് എന്ന് വെച്ചാൽ അർത്ഥം എടുക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം ടുക്ക്, അർത്ഥം എടുത്തു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടേക്കൺ. അതുപോലെ തന്നെയാണ് അടുത്തതും വരുന്നത് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ ആൾ മാറിപ്പോവുക എന്നുള്ളതൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റ് ഫോം മിസ്റ്റുക്ക് എന്നുള്ളതാണ്. അർത്ഥമോ തെറ്റിദ്ധരിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മിസ്റ്റേക്കൺ എന്നുള്ളതാണ്. അടുത്തത് റൈസ് എന്ന് വെച്ചാൽ ഉയരുക, ഉദിക്കുക, എഴുന്നേൽക്കുക. ഇതെല്ലാം മീനിങ് ആയിട്ട് വരും. പാസ്റ്റ് ഫോം റോസ് എന്നുള്ളതാണ്. ROSE. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, അത് ക്ഷമിക്കുക. ROSE എന്നുള്ളതാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഉയർന്നു, ഉദിച്ചു എന്നുള്ളതൊക്കെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റൈസൻ എന്നുള്ളതാണ്. അടുത്ത എക്സാമ്പിൾ സീ, സോ, സീൻ. സീ എന്ന് വെച്ചാൽ കാണുക, സോ എന്ന് വെച്ചാൽ കണ്ടു, സീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അടുത്തത് സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പീക്ക് എന്ന് വെച്ചാൽ സംസാരിക്കുക, സ്പോക്ക് എന്ന് വെച്ചാൽ സംസാരിച്ചു, സ്പോക്കൺ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ടെൽ, ടോൾഡ്, ടോൾഡ്. ടെൽ എന്ന് വെച്ചാൽ പറയുക, ടോൾഡ് എന്ന് വെച്ചാൽ പറഞ്ഞു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടോൾഡ്. സേ, സെഡ്, സെഡ്. സേ എന്ന് വെച്ചാൽ പറയുക, സെഡ് എന്ന് വെച്ചാൽ പറഞ്ഞു, സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. സ്റ്റീൽ എന്ന് വെച്ചാൽ മോഷ്ടിക്കുക, ഒച്ചയുണ്ടാക്കാതെ നടന്നു വരിക എന്നുള്ളതൊക്കെ അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്റ്റോൾ, മോഷ്ടിച്ചു. സ്റ്റോളൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു, കാരണം ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്ത സെറ്റിലോട്ട് പോകാം. അതായത് TEAR ആണ്. അതിൻ്റെ അർത്ഥം കീറുക എന്നുള്ളതാണ്. അതിൻ്റെ പാസ്റ്റ് ഫോം ടോർ, കീറി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടോൺ. അടുത്ത എക്സാമ്പിൾ ത്രോ എന്ന് വെച്ചാൽ എറിയുക. അതിൻ്റെ പാസ്റ്റ് ഫോം ത്രൂ, അർത്ഥം എറിഞ്ഞു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ത്രോൺ. അടുത്തത് ട്രെഡ് എന്ന് വെച്ചാൽ ചവിട്ടുക എന്നുള്ളതാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റ് ഫോം ട്രോഡ്, ചവിട്ടി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ട്രോഡൻ. നെക്സ്റ്റ് വൺ വിയർ. വിയർ എന്ന് വെച്ചാൽ ധരിക്കുക, വസ്ത്രം അല്ലെന്നുണ്ടെങ്കിൽ ചെരുപ്പ്, ഇതൊക്കെ ധരിക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം വോർ, അർത്ഥം ധരിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വോൺ. അടുത്തത് റൈറ്റ്, എഴുതുക, റോട്ട്, എഴുതി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റിട്ടൺ. കം, വരിക. പാസ്റ്റ് ഫോം കെയിം, വന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കം. നെക്സ്റ്റ് ബിക്കം, ആയിത്തീരുക. ബിക്കെയിം, ആയിത്തീർന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബിക്കം. അടുത്ത സെറ്റ് ബിഗിൻ, ആരംഭിക്കുക. പാസ്റ്റ് ഫോം ബിഗാൻ, ആരംഭിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബിഗൺ. അടുത്തത് ബൈൻഡ്. ബൈൻഡ് എന്ന് വെച്ചാൽ ബന്ധിക്കുക. പാസ്റ്റ് ഫോം ബൗണ്ട്, ബന്ധിച്ചു. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബൗണ്ട്. നെക്സ്റ്റ് വൺ ഡിഗ്. ഡിഗ് എന്ന് വെച്ചാൽ കുഴിക്കുക,
പാസ്റ്റ് ഫോമാണ് ഡഗ്. ഡഗ് എന്ന് വെച്ചാൽ കുഴിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡഗ് തന്നെ. അടുത്തത് ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രിങ്ക് എന്ന് വെച്ചാൽ കുടിക്കുക, ഡ്രാങ്ക് കുടിച്ചു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക്. നെക്സ്റ്റ് വൺ ഫൈറ്റ്, യുദ്ധം ചെയ്യുക. ഫോട്ട്, യുദ്ധം ചെയ്തു. ഫോട്ട് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അടുത്തത് ഗെറ്റ് എന്ന് വെച്ചാൽ കിട്ടുക. ഗോട്ട്, കിട്ടി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗോട്ട്. ഹോൾഡ്, ഹോൾഡ് എന്ന് വെച്ചാൽ പിടിക്കുക. ഹെൽഡ്, പിടിച്ചു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഹെൽഡ് തന്നെ. അടുത്തത് റിങ്, മണിയടിക്കുക. റാങ്, മണിയടിച്ചു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റാങ്. നെക്സ്റ്റ് വൺ റൺ, ഓടുക. റാൻ, ഓടി. റൺ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അടുത്ത സെറ്റിലോട്ട് പോകാം. സിറ്റ്, സിറ്റ് എന്ന് വെച്ചാൽ ഇരിക്കുക. സാറ്റ്, പാസ്റ്റ് ഫോം ഇരുന്നു. സാറ്റ് എന്ന് തന്നെ ഉള്ളതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ. അടുത്ത എക്സാമ്പിൾ സ്പിറ്റ്. സ്പിറ്റ് എന്ന് വെച്ചാൽ തുപ്പുക. സ്പാറ്റ് എന്ന് വെച്ചാൽ തുപ്പി. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പാറ്റ് എന്നുള്ളത് തന്നെയാണ്. അടുത്തത് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അണ്ടർസ്റ്റുഡ്, മനസ്സിലായി. ഓക്കെ. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അണ്ടർസ്റ്റുഡ് എന്നുള്ളത് തന്നെയാണ്. സ്വിം, നീന്തുക. സ്വാം, നീന്തി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്വം. വേക്കപ്പ്, ഉണരുക. വോക്കപ്പ്, ഉണർന്നു. വോക്കപ്പ് എന്നുള്ളത് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. വിൻ, ജയിക്കുക. വൺ, ജയിച്ചു. വൺ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ബ്രിങ്, കൊണ്ടുവരിക. ബ്രോട്ട്, കൊണ്ടുവന്നു. ബ്രോട്ട് എന്നുള്ളത് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അടുത്തത് ഡീൽ, കൈകാര്യം ചെയ്യുക. ഡെൽറ്റ്, കൈകാര്യം ചെയ്തു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡെൽറ്റ് തന്നെയാണ്. അടുത്തത് ഡ്രീം, സ്വപ്നം കാണുക. ഡ്രംഡ്, സ്വപ്നം കണ്ടു. ഡ്രംഡ് എന്നുള്ളത് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. ഫീഡ്, തീറ്റ കൊടുക്കുക. ഫെഡ്, തീറ്റ കൊടുത്തു. ഫെഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അടുത്ത സെറ്റ് ലീഡ്, നയിക്കുക. ലെഡ്, നയിച്ചു. ലെഡ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കീപ്പ്, കീപ്പ് എന്ന് വെച്ചാൽ സൂക്ഷിക്കുക. കെപ്റ്റ്, സൂക്ഷിച്ചു. കെപ്റ്റ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ലീവ്, ലീവ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ലെഫ്റ്റ്, ഉപേക്ഷിച്ചു. ലെഫ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ലെൻഡ്, വായ്പ കൊടുക്കുക. അവിടുത്തെ സ്പെല്ലിങ് LEND, പാസ്റ്റ് ഫോം. ലെൻഡ് സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. LENT ആണിവിടെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ലെൻഡ് തന്നെയാണ്. LENT. അടുത്തത് ലൈറ്റ്, കത്തിക്കുക എന്നാണ് അർത്ഥം. പാസ്റ്റ് ഫോം ലിറ്റ്, കത്തിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലിറ്റ് തന്നെയാണ്. അടുത്തത് മേക്ക്, ഉണ്ടാക്കുക. മെയ്ഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മെയ്ഡ്. മീറ്റ്, മീറ്റ് എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക. പാസ്റ്റ് ഫോം മെറ്റ്, കണ്ടുമുട്ടി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മെറ്റ്. പേയ്, കാശ് കൊടുക്കുക അല്ലെങ്കിൽ വില കൊടുക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം പെയ്ഡ്, കാശ് കൊടുത്തു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പെയ്ഡ് തന്നെയാണ്. അടുത്തത് സെൻഡ്, SEND, അയക്കുക എന്നാണ് അർത്ഥം. പാസ്റ്റ് ഫോം സെൻഡ്, SENT ആണ് ഇവിടെ വരുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സെൻഡ്. അടുത്ത എക്സാമ്പിൾ സെൽ. സെൽ എന്ന് വെച്ചാൽ വിൽക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം സോൾഡ്, വിറ്റു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സോൾഡ്. അടുത്തത് സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറങ്ങുക. സ്ലെപ്റ്റ്, ഉറങ്ങി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്ലെപ്റ്റ് തന്നെയാണ്. അടുത്ത എക്സാമ്പിൾ സ്പെൻഡ്, SPEND. സ്പെൻഡ് എന്ന് വെച്ചാൽ ചിലവഴിക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം സ്പെൻഡ്, SPENT, ചിലവഴിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പെൻഡ് തന്നെ. അടുത്തത് സ്വീപ്പ്.
സ്വീപ്പ് എന്ന് വെച്ചാൽ അടിച്ചു വാരുക. സ്വെപ്റ്റ് അടിച്ചു വാരി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്വെപ്റ്റ് തന്നെ. നെക്സ്റ്റ് എക്സാമ്പിൾ ടീച്ച്. ടീച്ച് എന്ന് വെച്ചാൽ പഠിപ്പിക്കുക. പാസ്റ്റ് ഫോം ടോട്ട് പഠിപ്പിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടോട്ട് തന്നെയാണ്. അടുത്തത് തിങ്ക് വിചാരിക്കുക, ചിന്തിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ പാസ്റ്റ് ഫോം തോട്ട് ചിന്തിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തോട്ട് തന്നെയാണ്. അടുത്ത എക്സാമ്പിൾ വീപ്പ്. വീപ്പ് എന്ന് വെച്ചാൽ കരയുക. വെപ്റ്റ് കരഞ്ഞു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെപ്റ്റ് തന്നെയാണ്. അടുത്തത് ബീറ്റ് അടിക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം ബീറ്റ് അടിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബീറ്റൻ. ഷോ എന്ന് വെച്ചാൽ കാണിക്കുക. ഷോവ്ഡ് കാണിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഷോൺ. അടുത്തത് ബെറ്റ്. BET. ബെറ്റ് എന്ന് വെച്ചാൽ പന്തയം വയ്ക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം ബെറ്റ് തന്നെയാണ്. പന്തയം വെച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ബെറ്റ് തന്നെയാണ്. എല്ലാത്തിൻ്റെയും സ്പെല്ലിങ് BET ഓർക്കുക. അപ്പോൾ വേർബ്സിൻ്റെ ഈ ഒരു ക്ലാസ് കമ്പാരിറ്റീവ്ലി ലെങ്തിയസ്റ്റ് ക്ലാസ് ആയിരുന്നു നമ്മളുടെ. അപ്പോൾ ആർക്കും ബോറടിച്ച് കാണത്തില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.